നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഗൾഫ് നാടുകളിലെങ്കിലും ഇപ്പോൾ +2 പഠനത്തിന് വിഷയങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ഒരു സമയമാണ്. +2 പഠനം വളരെ നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ ഒരു വഴിത്തിരിവായ സമയമാണ്. കുട്ടികളെ ഏത് വിഷയം തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ മുന്നോട്ടുള്ള പഠന മേഖലകൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചു മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് കുട്ടികളുടെ അഭിരുചി, അവർക്ക് പഠിക്കുവാനുള്ള കഴിവ്, ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം +2വിന് വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ. ഇപ്പോൾ സയൻസ് വിഷയങ്ങളിലേക്ക് വന്നാൽ എല്ലാവരും തന്നെ സയൻസ് വിഷയങ്ങളാണ് തിരഞ്ഞെടുക്കുന്ന കൂടുതൽ കുട്ടികളും. ഗൾഫ് നാടുകളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഇപ്പം സയൻസ് വിഷയം പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികളാണെങ്കിൽ പോലും മാതാപിതാക്കൾക്ക് പറയുന്ന ഒരു കാര്യം, സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ +2വിന് സയൻസ് വിഷയങ്ങൾ പഠിച്ചാൽ മുമ്പോട്ട് ഏത് വിഷയം വേണമെങ്കിലും പഠിക്കാമല്ലോ. അതായത് മുമ്പോട്ട് ഇനി അവർക്ക് കൊമേഴ്സാണ് ഇഷ്ടമെങ്കിൽ അത് പഠിക്കാം, ഹ്യൂമാനിറ്റീസ് ഇഷ്ടമാണെങ്കിൽ അത് പഠിക്കാം, അതുകൊണ്ട് സയൻസ് തന്നെ എടുത്താൽ മതി എന്ന് നിർബന്ധിക്കുന്ന മാതാപിതാക്കളുമുണ്ട്. പക്ഷേ ശരിയാണ്, ഈ പറയുന്നത് സത്യമാണ്. അതായത് +2വിന് സയൻസ് പഠിച്ചു കഴിഞ്ഞാലും മുന്നോട്ട് നമുക്ക് ആർട്സ് സബ്ജക്റ്റിലേക്കും കൊമേഴ്സിലേക്കും ഒക്കെ മാറാൻ പറ്റും. പക്ഷേ +2വിന് സയൻസ് പഠിച്ചില്ലെങ്കിൽ മുന്നോട്ട് നമുക്ക് എൻജിനീയറിങ്ങോ അല്ലെങ്കിൽ മെഡിസിനോ അങ്ങനെയുള്ള കോഴ്സുകൾക്കൊന്നും പോകാൻ സാധിക്കില്ല. അതൊരു സത്യമായ കാര്യമാണ്. എങ്കിലും വളരെ ശരാശരിയിലൊക്കെ നിൽക്കുന്ന കുട്ടികൾ, ചിലപ്പോൾ ഈ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ ഇഷ്ടമുള്ള കുട്ടികൾ കാണും, അല്ലെങ്കിൽ ഭാഷ ഇഷ്ടമുള്ള കുട്ടികളൊക്കെ കാണും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഈ സയൻസ് വിഷയങ്ങൾ, അതായത് ചിലപ്പോൾ അതിസമർത്ഥരൊക്കെ പഠിക്കുന്ന ഒരു ബാച്ചിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ ഒന്നും അല്ലാതായി പോകുന്നൊരവസ്ഥ വരാറുണ്ട് ഈ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുമ്പോൾ. അത് തീർച്ചയായിട്ടും മാതാപിതാക്കൾ അവർക്ക് പഠിക്കാൻ ഒട്ടും താല്പര്യമില്ല, അല്ലെങ്കിൽ ഒരു മുന്നോട്ടുള്ള വഴി ഒരു കറക്റ്റായിട്ട് കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഒക്കെ പഠിച്ചിട്ട് ഇന്നതിന് പോകാനാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ ഒരു താല്പര്യത്തെ നമ്മൾ മാനിക്കുക, അതാണ് ശരി. ഇനി പലരുടെ ഒരു വിചാരം, അപ്പം എൻജിനീയറിങ്ങിന് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് +2വിന് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാലേ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ പറ്റൂ. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ +2വിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുള്ള ഏത് കുട്ടിക്കും എൻജിനീയറിങ്ങിൻ്റെ ഏത് വിഷയത്തിന് പോകാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാലേ ഉള്ളൂ ബിടെക് കമ്പ്യൂട്ടർ സയൻസിന് പോകാൻ സാധിക്കും എന്നുള്ളതില്ല. പിന്നെ ഗൾഫ് നാടുകളിലുള്ള മാതാപിതാക്കളോടാണ്, ചില കുട്ടികളെങ്കിലും ബയോടെക്നോളജി പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് ബയോടെക്നോളജി പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് മാത്സ് +2വിന് പഠിച്ചിരിക്കണമെന്ന് ഒരു നിബന്ധനയുമില്ല. പക്ഷേ നിങ്ങൾ ബയോമാത്സ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി അടങ്ങുന്ന ഒരു കോമ്പിനേഷൻ എടുക്കുകയാണെങ്കിൽ ദാസ സ്കീം വഴി, അറിയാലോ ഗൾഫ് നാടുകളിലെ കുട്ടികൾക്കുള്ള ദാസ സ്കീം വഴി നിങ്ങൾക്കൊരു NITകളിലൊക്കെ ഒരു ബിടെക് ബയോടെക്നോളജിക്ക് ഒരു സീറ്റ് കിട്ടാൻ എളുപ്പമുണ്ട്. അതായത് JEE എൻട്രൻസ് എഴുതാൻ സാധിക്കും. അപ്പോൾ ജോയിൻ്റ് എൻട്രൻസ് എക്സാം എഴുതണമെങ്കിൽ +2വിന് മാത്സ് പഠിച്ചിരിക്കണം. അങ്ങനെയുണ്ട്. എങ്കിൽ മാത്രമേ നമുക്കത് എഴുതി ഒരു NITകളിലേക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മാത്സ് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബയോടെക്നോളജി ബിടെക് ഒക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഗൾഫ് നാടുകളിലുള്ള പഠിക്കുന്ന കുട്ടികളോടാണ് +1 +2 പഠിക്കുന്ന കുട്ടികൾ +2വിന് മാത്സും കൂടെ പഠിച്ചാൽ JEE എഴുതിയിട്ട് NITകളിലേക്ക് ദാസ സ്കീം വഴി ബയോടെക്നോളജി ബിടെക്കിന് ഒരു സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി എക്കണോമിക്സ് ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ കാണും. അപ്പോൾ അവർ ചിലപ്പോൾ കൊമേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആയിരിക്കും. അപ്പോൾ കൊമേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ അപ്ലൈഡ് മാത്തമാറ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. കാരണം ഡൽഹി സർവകലാശാലകളിലും ഒക്കെ +2വിന് എക്കണോമിക്സ് പഠിക്കണമെങ്കിൽ, ഡിഗ്രിക്ക് എക്കണോമിക്സ് പഠിക്കണമെങ്കിൽ +2വിന് മാത്സ് പഠിച്ചിരിക്കണം എന്നൊരു നിബന്ധനയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അപ്ലൈഡ് മാത്തമാറ്റിക്സ് പഠിക്കുന്നത് നല്ലതായിരിക്കും. എക്കണോമിക്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇല്ലെങ്കിലും പഠിക്കാൻ സാധിക്കും, പക്ഷേ ചില സ്ഥലത്തെങ്കിലും അങ്ങനെയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കേരള സർക്കാർ, ഇപ്പോൾ കേരളത്തിൽ +2 ഹ്യൂമാനിറ്റീസും കൊമേഴ്സൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോൾ കേരള മുഖേന നമുക്ക് അഡീഷണലായിട്ട് മാത്തമാറ്റിക്സ് ഒരു വിഷയം പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അത് ഈ ഡൽഹി യൂണിവേഴ്സിറ്റികളിലൊക്കെ പല കുട്ടികൾക്കും പ്രവേശനത്തിന് ഇങ്ങനെ എക്കണോമിക്സ് ഒക്കെ പഠിക്കാൻ ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് സർക്കാർ 2025 അധ്യയന വർഷം മുതൽ ഏർപ്പെടുത്തിയ ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക. പിന്നെ പലപ്പോഴും സൈക്കോളജി എന്ന് പറയുന്നത് മുമ്പൊരു ആർട്സ് സബ്ജക്റ്റ് ആയിരുന്നു. ഇപ്പോഴും BA സൈക്കോളജി ഒക്കെ മിക്ക കോളേജുകളിലുമുണ്ട്. പക്ഷേ സൈക്കോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ +2വിന് ബയോളജിയൊക്കെ പഠിച്ചിരിക്കുന്നത് കുറച്ച് എളുപ്പം അവരുടെ മുന്നോട്ടുള്ള പഠനത്തിന് സഹായിക്കും എന്നുള്ളതാണ്. അത് നിബന്ധനയൊന്നുമില്ല. പക്ഷേ ബയോളജി പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം പലപ്പോഴും തലച്ചോറ് സംബന്ധമായ കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിക്കാനുള്ളത് കൊണ്ട് അത് അവർ സൈക്കോളജി പഠനത്തിന് ഇപ്പോൾ പല സ്ഥലത്തും ഇപ്പോൾ BSc സൈക്കോളജിയൊക്കെ ഉണ്ട്.
അപ്പോൾ അതവരെ ഹെൽപ്പ് ചെയ്യും. അത് നമ്മൾ പ്ലസ് ടുവിന് സയൻസ് പഠിച്ചാൽ കുറച്ച് നല്ലതായിരിക്കും. അങ്ങനെ നിബന്ധനയൊന്നുമില്ല, പക്ഷേ നല്ലതായിരിക്കും. പിന്നെ പല കോമ്പിനേഷനുണ്ട്. ഇപ്പം ഒത്തിരി ഇപ്പം പ്രത്യേകിച്ച് CBSE-കളിലൊക്കെ ഒത്തിരി കോമ്പിനേഷനുകളുണ്ട്. അപ്പോൾ അത് ചിലർക്ക് ഇങ്ങനെ സംശയമാണ്, അതിങ്ങനെ പഠിക്കണം എന്നുണ്ടോ, ഇങ്ങനെ പോകാൻ, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, സയൻസ് സംബന്ധമായിട്ട് ഇപ്പം നിങ്ങൾ എഞ്ചിനീയറിങ്ങോ മെഡിസിനോ അല്ലെങ്കിൽ സയൻസ് സംബന്ധമായിട്ടുള്ള ഏത് കോഴ്സിന് പോകണമെങ്കിലും നിങ്ങൾ പ്ലസ് ടുവിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ഈ 4 വിഷയങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് ഇതിനും പഠിക്കാൻ പോകാൻ സാധിക്കും. പിന്നെ ചില സബ്ജക്റ്റ് പഠിക്കുന്നത് നിങ്ങളുടെ ഒരു മുന്നോട്ടുള്ളതിന് ചിലപ്പോൾ സഹായകമാകാം. ചിലവരിപ്പം സൈക്കോളജി ചിലപ്പോൾ പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടികൾക്ക് മുന്നോട്ട് ചിലപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അത് സഹായകമാകും. അങ്ങനെ സഹായകമാകുമെന്നുള്ള നിബന്ധനയൊന്നുമില്ല. അല്ലെങ്കിൽ പ്ലസ് ടുവിന് സൈക്കോളജി പഠിച്ചാലേ ഡിഗ്രിക്ക് സൈക്കോളജി പഠിക്കാൻ പറ്റൂ, അങ്ങനെ ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഈ കോമ്പിനേഷനൊക്കെ തിരഞ്ഞെടുക്കാനും. മുന്നോട്ട് ഇങ്ങനെ ചില ഇപ്പം ഞാൻ പറഞ്ഞില്ല, ബയോടെക്നോളജി, BTech, NIT-കളിലൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്സും കൂടെ പഠിക്കുകയാണെങ്കിൽ അവർക്ക് JEE എഴുതി, ഞാൻ പറഞ്ഞ ഗൾഫ് നാടുകളിലെ കുട്ടികളുടെ കാര്യമാണ്. അപ്പോൾ അങ്ങനെ കുറേ അവസരങ്ങളുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം പ്ലസ് ടു പഠനത്തിന്, വളരെ ആലോചിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. കാരണം പിന്നീട് പറ്റില്ല. കാരണം നമ്മൾ സയൻസ് പഠിക്കാത്തൊരു കുട്ടിക്ക് പിന്നെ എഞ്ചിനീയറിങ്ങിന് പോരുന്നത് നല്ലതായിരുന്നു എന്ന് തോന്നിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് വളരെ ആലോചിച്ച് കുട്ടികളുടെ പഠന നിലവാരവും അവരുടെ അഭിരുചിയും, നിങ്ങൾ ഏത് വിഷയത്തിലായിരിക്കും ശോഭിക്കുന്നത്, അല്ലെങ്കിൽ പ്ലസ് ടു പഠനം കഴിഞ്ഞ് ഇന്നതാണ് എൻ്റെ വഴി എന്നൊക്കെ ആലോചിക്കുന്ന കുട്ടികൾ വളരെ ശ്രദ്ധിച്ച് വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ, അതൊരു 10ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ മുന്നോട്ട് ഈ വിഷയമായിരിക്കും പഠിക്കുന്നതെന്ന് തീരുമാനിച്ചാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ആ ശ്രദ്ധിച്ചില്ലെങ്കിൽ മുന്നോട്ട് ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. സയൻസ് പഠിച്ചവർക്ക് സയൻസ് പഠിക്കാത്തവർക്ക് സയൻസ് വിഷയങ്ങൾ പഠിക്കാൻ പറ്റില്ല. പക്ഷേ സയൻസ് പഠിച്ചില്ലെങ്കിലും പഠിക്കാൻ പറ്റുന്ന നിരവധി വിഷയങ്ങളുണ്ട്. വളരെ ഇപ്പം ലോ പഠിക്കുമ്പോൾ എല്ലാ പ്ലസ് ടുക്കാർക്ക് എല്ലാം എഴുതാൻ പറ്റും. ഡിസൈൻ പഠിക്കണം, അല്ല ഫാഷൻ ടെക്നോളജി പഠിക്കണം, ലോ പഠിക്കാൻ, ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാം. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ഈ പ്ലസ് ടുവിൽ ഏത് വിഷയം പഠിക്കുന്നവർക്കും എഴുതാൻ പറ്റുന്ന കുറേ, ഇപ്പോൾ മാനേജ്മെൻറ്റ് കോഴ്സുകൾ പഠിക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ സാധിക്കും. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ആലോചിച്ചാണ് ഈ ഒരു കോമ്പിനേഷൻ തിരഞ്ഞെടുക്കാവുള്ളൂ. വളരെ ശ്രദ്ധിച്ച് വേണം പ്ലസ് ടു പഠനത്തിന് വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ. താങ്ക് യു.